ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട 4 ഇംഗ്ലീഷിന് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഹൊറഗെല്ലു ആൻഡ് അതർ സ്റ്റോറീസിൽ നിന്നുള്ള ഒരു ബ്ലർബ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഇത് ഹൊറഗെല്ലു ആൻഡ് അതർ സ്റ്റോറീസിൽ നിന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാച്ച് ബോക്സിൽ നിന്നും ആണ് ബ്ലർബ് ചോദിക്കാം. അപ്പൊ ബ്ലർബിന്റെ ഒരു ഫോർമാറ്റ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഹെഡിങ് എല്ലാം കൊടുത്ത് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി അവസാനം പബ്ലിഷ്ഡ് ബൈ ഫോൺ, ഇമെയിൽ, പ്രൈസ് ഒക്കെ കൊടുത്താൽ ബ്ലർബായി. അടുത്തതാണ് കുറച്ച് ഇഡിയംസ് ചോദിക്കും. എല്ലാം നമുക്ക് പഠിച്ചിരിക്കാവുന്ന എളുപ്പമല്ല, പക്ഷെ കുറച്ച് അർത്ഥം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 5 ഞാൻ പറയാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വല്ലപ്പോഴും. മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി മിസ്സായി. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ തീരുമാനം എടുക്കാതിരിക്കുന്നു. ലാസ്റ്റ് സ്ട്രോ എന്ന് വെച്ചാൽ അവസാനത്തെ ഒരു പിടിവള്ളി. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക. പിന്നെ ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് വെച്ചാൽ മുതലക്കണ്ണീര്, ഫേക്ക് ആയിട്ടുള്ള ടിയേഴ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ ഹെവി റെയിൻ ആണെന്നാണ് അർത്ഥം. അങ്ങനെ കുറച്ച് ഇഡിയംസ് ഒന്ന് നോക്കാം. പിന്നെ ഇമെയിലിന്റെ ഫോർമാറ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. 2CC BCC സബ്ജക്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, രത്ന അല്ലെങ്കിൽ എന്താണോ ആ ഒരു ഇമെയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മേ ബി നമ്മുടെ മാച്ച് ബോക്സിലെ നോമിത നമ്മുടെ ഹൊറഗലുവിലെ രത്നയ്ക്ക് ഒരു ഇമെയിൽ അയക്കുമ്പോൾ മേ ബി ഇമെയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ആഫ്രിക്കൻ അഡീജ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അതിന്റെ മീനിങ് ചോദിക്കും. ഒരു 4 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ടു ദ എഡിറ്റർ. അതിന്റെ അതായത് ഹൊറഗലൂസ് കൂടുതൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഫ്രം, ഡേറ്റ്, ടു, പിന്നെ സബ്ജക്റ്റ് നമ്മൾ 3 പാരഗ്രാഫ് ആക്കി തിരിക്കുക. യോസ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെ എഴുതാം. പിന്നെ 8 മാർക്കിന്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് വുമൻ എംപവർമെന്റ് ഒരു സ്പീച്ച്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമേഴ്സ് നമ്മൾ നോക്കി വെക്കണം. ദെൻ നോമിതയുടെ അല്ലെങ്കിൽ റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ജോൺ ഗ്രഷാമിന്റെ ബാങ്ക് ക്രാഷ് ആയി അത് ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അതുപോലെ തന്നെ അമിഗോ ബ്രദേഴ്സിന്റെ ഫൈറ്റിന്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഫ്രണ്ട്സ് മൈ ഗുഡ് നൈബേഴ്സ് ഷോർട്ട് എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അമിഗോ ബ്രദേഴ്സിന്റെ ഫൈറ്റിന് മുന്നേ ഉള്ള ഒരു അനൗൺസ്മെന്റ് ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അനൗൺസ്മെന്റ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി പോകേണ്ട കുറച്ച് ഗ്രാമേഴ്സ് ആണിത്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. യുവർ ഓൺലൈൻ ടീച്ചർ 1 എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ കയറാം. അവിടെ നിങ്ങൾ ബയോയില് പഠിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. മറ്റേ അത് നമ്മുടെ ചാനലാ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടെ ഓൾറെഡി ഈ നോട്ട്സ് ഷെയർഡ് ആണ്. നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ ടു ദ എഡിറ്റർ, ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ ഇത് ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.